കുഞ്ഞുമക്കളെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കേൾക്കാൻ വന്നോ? ഇന്നലെ പറഞ്ഞ തെന്നാലിരാമൻ്റെ കഥയും കുറുക്കൻ്റെയും കുരങ്ങൻ്റെയും കഥയുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ന് നമുക്ക് പുതിയ കഥ കേൾക്കാം. അതിബുദ്ധി കൊണ്ട് മറ്റുള്ളവരെ ആപത്തിൽപ്പെടുത്തുന്ന ഒരു ദുഷ്ടനായ കുറുക്കൻ്റെ കഥ. വലിയൊരു കാടുണ്ടായിരുന്നു, പഞ്ചവർണ്ണക്കാട്. ആ കാട്ടിൽ ദുഷ്ടനായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം ആ കുറുക്കന് ഭയങ്കര വിശപ്പ്. വിശന്നു വലഞ്ഞ് ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. ഒരുപാട് ദൂരം നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ ഒരു പുഴയുടെ അരികിൽ ഒരു വലിയ കരിമ്പിൻതോട്ടം അവൻ കണ്ടു. കരിമ്പിൻതോട്ടത്തിൻ്റെ അടുത്തെത്താറായപ്പോൾ ഒരു കാവൽക്കാരൻ കിടന്നുറങ്ങുന്നതും അവൻ കണ്ടു. കാവൽക്കാരനെ ഉണർത്താതെ അവൻ അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴതാ അവിടെ ഒരു പാമ്പിൻ്റെ പുനം. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കുറുക്കൻ കണ്ടു. അതിനകത്തൊരു പാമ്പുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഒരുപാട് ദൂരം നടന്നപ്പോൾ ഒരു മരത്തിൻ്റെ താഴെ ഒരു ആന നിൽക്കുന്നത് കണ്ടു. ഒറ്റയ്ക്കായിരുന്നു ആന നിന്നിരുന്നത്. ആനയെ കണ്ടപ്പോൾ കുറുക്കൻ ആനയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ആനച്ചേട്ടാ, ചേട്ടന് വിശക്കുന്നുണ്ടോ? വയറൊക്കെ ആകെ ഒട്ടിക്കിടക്കുന്നുണ്ടല്ലോ. കുറുക്കൻ വിഷമം ഭാവിച്ചുകൊണ്ട് ആനയോട് ചോദിച്ചു. എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് കുറുക്ക, എന്തു ചെയ്യാം, തിന്നാനൊന്നുമില്ല. ആന മറുപടി നൽകി. കുറുക്കൻ ഉടനെ ആനയോട് പറഞ്ഞു, ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ സഹായിക്കാം. കുറച്ചു ദൂരെ ഒരു വലിയ കരിമ്പിൻതോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. വിളഞ്ഞു മധുരമൂറ്റിയ കരിമ്പാണത്. ഞാൻ രാത്രിയിൽ ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് കേട്ടപ്പോൾ ആനയ്ക്ക് സന്തോഷമായി. അതിനുശേഷം കുറുക്കൻ നേരെ പോയത് കരിമ്പിൻ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് കാവൽക്കാരനോട് കുറുക്കൻ പറഞ്ഞു, കാവൽക്കാരാ, ഇന്നു രാത്രി കരിമ്പ് തിന്നാൻ ആന വരും. നല്ലതുപോലെ സൂക്ഷിക്കണം. അവൻ തോട്ടം നശിപ്പിക്കുന്നതിന് മുൻപ് അവനെ കൊന്നു കളയണം. കാവൽക്കാരൻ കുറുക്കൻ പറഞ്ഞത് കേട്ട് ആന വന്നാൽ കൊല്ലാനായി തയ്യാറെടുപ്പുകൾ എടുത്തു. രാത്രിയായി. കുറുക്കൻ ആനയെയും കൂട്ടി കരിമ്പിൻ തോട്ടത്തിലെത്തി. കരിമ്പ് കണ്ടപ്പോൾ ആനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ആർത്തിയോടെ കരിമ്പ് തിന്നാൻ തുടങ്ങി. ഈ സമയം കുറുക്കൻ കാവൽക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ദേ, ആന കരിമ്പ് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. അവനെ അമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. കുറുക്കൻ കാവൽക്കാരനെയും കൂട്ടി പാമ്പിൻ്റെ പുനത്തിനടുത്തെത്തി. ആ പുറ്റിൽ കാൽ വെച്ചു നിന്നുകൊണ്ടാണ് കാവൽക്കാരൻ അമ്പ് ചെയ്തത്. അമ്പ് ആനയുടെ മസ്തകത്തിൽ തന്നെ തറച്ചു. പാവം ആന അലറിക്കൊണ്ടോടി. എങ്കിലും അവൻ കുറേ ദൂരം ഓടിയപ്പോൾ വഴിയിൽ ചത്തു വീണു. ആനയെ അമ്പ് ചെയ്യുന്ന സമയം ഈ കാവൽക്കാരൻ പാമ്പിൻ്റെ തലയിലാണ് ചവിട്ടി നിന്നിരുന്നത്. കാലെടുത്ത ഉടനെ പാമ്പ് അയാളെ ആഞ്ഞു കൊത്തി. ശരീരത്തിൽ നിറയെ വിഷം കയറിയ കാവൽക്കാരൻ അവിടെ തന്നെ മരിച്ചു വീണു. അയാളുടെ വില്ലിൻ്റെ മുന പാമ്പിൻ്റെ പത്തിയിലും തറഞ്ഞു. അങ്ങനെ പാമ്പിൻ്റെ കഥയും കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് ദൂരെ നിൽക്കുകയായിരുന്നു കുറുക്കൻ. കുറുക്കന് ഭയങ്കര സന്തോഷമായി. ആനയുടെയും കാവൽക്കാരൻ്റെയും പാമ്പിൻ്റെയും ഒക്കെ മാംസം കഴിക്കാമല്ലോ. ആദ്യം വില്ലിൻ്റെ മുനയിലെ ചോര നക്കാമെന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ടാകാം വിശാലമായ ഭക്ഷണം. അതും വിചാരിച്ച് കുറുക്കൻ വില്ലിൻ്റെ തുമ്പ് അവൻ്റെ വായിലാക്കി. പക്ഷേ എന്തു ചെയ്യാം, കുറുക്കൻ്റെ പല്ലു തട്ടി വില്ലിൻ്റെ ചരടങ്ങ് മുറിഞ്ഞു. പെട്ടെന്ന് വില്ല് നിവർന്നു. വില്ലിൻ്റെ കൂർത്ത മുന തൊണ്ടയിൽ തറഞ്ഞു. കുറുക്കൻ അവിടെ ചത്തു വീണു. ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ബുദ്ധിയുള്ളത് നല്ലത് തന്നെ, പക്ഷേ അതിബുദ്ധി ആപത്താണ്. ഇവിടെ കുറുക്കൻ എന്താണ് ചെയ്തത്? ആനയോട് പറഞ്ഞ് ആനയെ ആപത്തിൽപ്പെടുത്തി, കാവൽക്കാരനെയും ആപത്തിൽപ്പെടുത്തി. അതേസമയം കുറുക്കനും ആനയും ചേർന്ന് മിണ്ടാതെ പോയി ആ കരിമ്പ് കഴിച്ചിരുന്നുവെങ്കിൽ ഇതെന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ? ഇതിൻ്റെ എല്ലാം ബുദ്ധി ആർക്കായിരുന്നു? കുറുക്കന്. അവസാനം കുറുക്കനും എന്തു സംഭവിച്ചു? ആപത്ത് തന്നെ. ഇതാണ് പറയുന്നത് അതിബുദ്ധി ആപത്ത്. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ ഞാൻ പുതിയ കഥ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.